ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഉച്ചയൂണിന് ഒരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കണതിൻ്റെ ഒരു നെർവസും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയുടെ മുഖത്തുണ്ടാവും. നാച്ചുറൽ. അപ്പം നമ്മൾ ഇതൊക്കെ ചോപ്പറിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ പോണത്. അരിയാനുള്ള മടിക്കാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഇതാവുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ. അങ്ങനെ അതിനകത്ത് നമ്മൾ ഒരു നാലാക്കി അരിഞ്ഞ് അതിനകത്തേക്ക് വെച്ച് വേഗം തന്നെ ചോപ്പ് ചെയ്ത് പെട്ടെന്ന് ഈസി ആയിട്ട് നടക്കുന്നുണ്ട് കാര്യങ്ങൾ. അങ്ങനെ ചോപ്പ് ചെയ്തി കിട്ടാനൊക്കെ എളുപ്പമാണ്. നൈസായിട്ട് അരിഞ്ഞാലും ഇങ്ങനെ അരിഞ്ഞാലും ഒക്കെ സെയിമാണ്. അങ്ങനെ നമ്മൾ ചോപ്പ് ചെയ്ത് ദേ ഈ ഒരു സൈസിലായിട്ടാണ് കേട്ടോ നമ്മൾ അത് എടുത്തേക്കണത്. ഇനി നെക്സ്റ്റ് എന്ന് പറയണത് വേറൊന്നുമല്ല, നമ്മുടെ ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതുപോലെ തന്നെ ചോപ്പറിൽ ഞങ്ങൾ മിക്സിയിലിട്ട് അടിച്ചില്ല കേട്ടോ. ഈ ഒരു ചോപ്പറിൽ തന്നെയാണ് ചെയ്തത്. നല്ല കുനുകുന നൈസായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതിന് ശേഷം സവാള ഇടുക, നന്നായിട്ട് വഴറ്റുക. ലേശം ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വഴറ്റി കിട്ടാനുള്ള എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ അതിന് ശേഷം അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു കോളിഫ്ലവർ ഒരു ഒലത്ത് പോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സവാളയൊക്കെ നമ്മൾ പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഒരു സൈഡിൽ കൂടി അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അതൊക്കെ ഇളക്കി വഴറ്റി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കണതാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ വീഡിയോ വെച്ച് കഴിയുമ്പോൾ അത് സൂം ചെയ്യാനുള്ള തന്ത്രപ്പാട് വേറെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ചേട്ടൻ വന്നത്. എന്താണ് ഇവിടെ പരിപാടി എന്ന് ചോദിച്ചപ്പോഴേക്കും വീഡിയോ എടുക്കാനാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ ആൾക്കൊരു ചെറിയൊരു എല്ലാവരും വീഡിയോയുടെ ഫ്രണ്ടിൽ വരാനായിട്ട് ഒരു കുറച്ച് നെർവസാണ്. ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഒന്ന് പോയിക്കോ ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. എനിക്ക് തോന്നുന്നത് കെട്ടിയിട്ട് വലിച്ചാൽ കൂടി ആരും വരില്ല എന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ചട്ടിയിൽ മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മളിവിടെ എണ്ണ വേറെ അഡീഷണൽ ആഡ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ധാരാളം നെയ്യും കാര്യങ്ങളുള്ളതുകൊണ്ട് അതിനകത്ത് തന്നെ എണ്ണ ഉണ്ടാവും. അപ്പം നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യണ്ടല്ലോ. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചേക്കണ ആ ഒരു സവാള കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു മസാല നല്ല രീതിയിൽ കുറുകി വരും. എന്നിട്ട് നമ്മുടെ കഴുകി കോരി വെച്ചേക്കുന്ന നാടൻ ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ മൂപ്പിച്ച് വെച്ചേക്കണ അരപ്പില്ലേ അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കുക. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടപ്പത്തേക്ക് വെക്കാം. അടപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോയിക്കോട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ പിന്നെ നമ്മൾ നോക്കിയെടുത്ത് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കോളിഫ്ലവർ അതിൻ്റെ ഒപ്പം തന്നെ നടക്കണേണ്. അപ്പോൾ സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ പാത്രം കഴുകൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്കുള്ള പൊടികൾ ആഡ് ചെയ്യണതാണ്. ആകെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണത്. വേറൊരു പൊടികൾ ആഡ് ചെയ്യണില്ല. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ഉപ്പിലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയിലും ഇട്ട് 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഊറ്റി എടുത്ത് വെക്കാനായിട്ട് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ ഒരു മുട്ട ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നല്ലൊരു ടേസ്റ്റിന് വ്യത്യാസം വരും. പിന്നെ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം ഇതിനകത്ത് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ കുഴാന്നിരിക്കുമല്ലോ. അങ്ങനെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കുക. അപ്പോഴേക്കും നമ്മുടെ കോഴി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം 2 വിസിലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം 2 ഉരുളക്കിഴങ്ങ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ടൊന്നും കൂടി വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റാണ് നമ്മുടെ മസാല, ഗരം മസാല ആഡ് ചെയ്യണത്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് ആ ഒരു കറിയുടെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മസാലകളൊക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇനി എന്ത് നോക്കാനാണ്, ഒരു പ്ലേറ്റ് എടുക്കുക, നമ്മുടെ ചോറ്, അതുപോലെ തന്നെ കോളിഫ്ലവർ, പിന്നെ നമ്മുടെ നാടൻ ചിക്കൻ കറിയും കൂടി കുഴച്ച് കഴിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.